നമുക്കൊക്കെ ജീവിതത്തിൽ ചില വ്യക്തികളെ കാണുമ്പോൾ എപ്പോഴാണോ ആരെങ്കിലും കണ്ടുമുട്ടുന്നത് ചിലപ്പോൾ ആ നിമിഷം ചിലപ്പോൾ ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയല്ലേ? അതുപോലെയാണ് ഹനുമാൻ എപ്പോഴാണോ ശ്രീരാമനെ കാണുന്നത് ആ നിമിഷം മുതൽ ഹനുമാന്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുകയായി. ഹനുമാൻ ഒരിക്കൽ ശ്രീ മഹാദേവനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ മഹാദേവ, എൻ്റെ ആകുലതകളും അസ്വസ്ഥതകളൊക്കെ എപ്പോഴാണ് ശമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശ്രീ മഹാദേവൻ ഹനുമാനോട് പറയുന്നത്, അല്ലയോ ഹനുമാനെ, എപ്പോഴാണോ നീ രാമനെ കാണുന്നത് ആ നിമിഷം നിന്റെ ജീവിതത്തിൽ എന്തുണ്ടാവും? ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന് ശ്രീ മഹാദേവൻ ഹനുമാനോട് പറയുന്നു. രാവണ യുദ്ധമൊക്കെ കഴിഞ്ഞു. രാവണൻ മരിച്ചു. ശ്രീരാമൻ്റെ അസ്ത്രമേറ്റ് മരണപ്പെടുന്നു. തുടർന്ന് വിഭീഷണനെ ലങ്കയുടെ രാജാവാക്കുന്നു. അതിനുശേഷം ഹനുമാനും വിഭീഷണനും സുഗ്രീവനും ശ്രീരാമനും സീതയും ലക്ഷ്മണനും എല്ലാവരും ഒരുമിച്ച് അയോധ്യയിലേക്ക് എത്തുന്നു. ഈ സമയത്ത് എല്ലാവരും അയോധ്യയിലെത്തുന്നു. ഈ സമയത്ത് ഹനുമാൻ ആദ്യമായിട്ട് ചെന്ന് കൈകേയിയുടെ പാദനമസ്കാരം ചെയ്യുകയാണ്. ഹനുമാൻ ആദ്യമായിട്ട് ചെന്ന് കൈകേയിയുടെ പാദനമസ്കാരം ചെയ്യുകയാണ്. അതുകൊണ്ട് പലരും ഞെട്ടിപ്പോയി. ശ്രീരാമനെ വനത്തിലേക്ക് അയച്ചതാണ് കൈകേയിയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ ദശരഥ മഹാരാജാവ് ശ്രീരാമന് വനവാസം വിധിച്ചത്. അപ്പം അങ്ങനെയുള്ള കൈകേയിയുടെ പാദത്തിൽ ഹനുമാൻ പാദനമസ്കാരം ചെയ്തത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്താണ് ഹനുമാൻ അതിനുള്ള വിശദീകരണം നൽകുകയാണ്. കാരണം ഈ കൈകേയി കാരണമാണ്, അല്ലെങ്കിൽ കൈകേയി മാതാവ് കാരണമാണ് തനിക്ക് ശ്രീരാമനെ കാണാൻ കഴിഞ്ഞത്. ശ്രീരാമനെ കാണാൻ കഴിഞ്ഞതും ശ്രീരാമൻ്റെ ദാസനാകാനുള്ള സൗഭാഗ്യം തനിക്ക് നേടിത്തന്നത് കൈകേയിയാണെന്ന് ആര് പറയുകയാണ്? ഹനുമാൻ പറയുകയാണ്. ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ ചില വ്യക്തികളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്ന കാണുമ്പോഴും കണ്ടുമുട്ടുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, രാമായണം നമ്മെ പഠിപ്പിക്കുന്ന തത്വം എന്ന് പറഞ്ഞാൽ തിന്മയുടെ പരാജയവും നന്മയുടെ വിജയവുമാണ് രാമായണം നമ്മെ കാണിച്ചു തരുന്നത്. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്.